തീരദേശത്തെ മത്സ്യവില്പന കേന്ദ്രങ്ങളിലേക്ക് പഴകിയ മത്സ്യം എത്തിക്കുന്ന സംഘം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ പരിശോധന നിലച്ചതിന് പിന്നാലെയാണ് ഇത്തരം സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. തീരദേശത്തും പട്ടണത്തിലും വിവിധ മത്സ്യവില്പന കേന്ദ്രങ്ങളിലും പഴകിയ മത്സ്യവില്പന തുടരുകയാണ്. ഒറ്റനോട്ടത്തിൽ പഴകിയതാണെന്ന് ഇവ കണ്ടാൽ തോന്നുകയുമില്ല. ചെറുകിട വ്യാപാരികൾക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് ചീത്തയായതാണോ എന്ന് തിരിച്ചറിയാനും സാധിക്കുകയില്ല എന്നതാണ് ഈ മത്സ്യങ്ങളുടെ പ്രത്യേകത. ദിവസങ്ങളോളം ഐസിട്ടതും ഫോർമാലിൻ കലർത്തിയതുമായ മത്സ്യങ്ങളാണ് ഇവിടേക്ക് എത്തുന്നതെന്ന് സൂചനയുമുണ്ട്. മീൻ പാചകം ചെയ്യുമ്പോഴാണ് വ്യത്യാസം മനസ്സിലാകുന്നതെന്ന് വീട്ടമ്മമാരും പറയുന്നു. പതിവിലും വ്യത്യാസമായി മീൻ വീർക്കുന്ന അവസ്ഥയുണ്ട്. വേവാതിരിക്കുന്നതും പതിവാണ്. ഈ മീൻ പൂച്ച പോലും മണത്തു നോക്കാറില്ലെന്നതാണ് ഇവയുടെ പ്രത്യേകതയും കൂടി. സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്ന് എത്തിയതെന്ന വ്യാജേനെ തിരുത, പ്രായൽ, കേര, അയല, പിലോപ്പിയ, ചൂര, അറക്ക എന്നീ മത്സ്യങ്ങളാണ് മംഗലാപുരം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. മീനിന്റെ ചെകിലയിലും മുറിച്ച ഭാഗത്തും ചുവന്ന ചായം തേച്ചാണ് കേര പോലുള്ള മത്സ്യം വിൽക്കുന്നത്. പുലർച്ചെ 1-നും 4-നും ഇടയിൽ പതിവായി അഴീക്കോട് ജെട്ടിയിൽ മത്സ്യം എത്തിക്കാറുണ്ട്. പരിശോധന ആരംഭിച്ചതോടെ സംഘം ഇവിടെ നിന്ന് മാറി കൊടുങ്ങല്ലൂർ ബൈപ്പാസിൽ വിവിധ കേന്ദ്രങ്ങളിലായി. ചില പ്രാദേശിക ഏജന്റുമാരുടെ പിന്തുണയും ഇവർക്കുണ്ട്. മത്സ്യമാർക്കറ്റുകളിലെ വ്യാപക പരിശോധന നിലച്ചതോടെയാണ് ഇത്തരം സംഭവങ്ങളും കൂടി അരങ്ങേറിയത്. മത്സ്യബന്ധന ബോട്ടുകളടക്കം അപൂർവമായി കടലിൽ പോകുന്നതും മത്സ്യബന്ധനത്തെ ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ജില്ലയിൽ മാർക്കറ്റുകളിൽ ഉൾപ്പെടെ മത്സ്യം സുലഭമാണ്. കൂടുതലും വിഷം കലർന്ന പഴകിയ മത്സ്യങ്ങളാണ് മാർക്കറ്റുകളിലൂടെ വിപണിയിലെത്തുന്നത്. ഫോർമാലിനും അമോണിയയും ഉൾപ്പെടെയുള്ള വിഷപദാർത്ഥങ്ങൾ നിറഞ്ഞ പഴകിയ മത്സ്യം വിപണിയിൽ സുലഭമായിട്ടും ഫിഷറീസ് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വിഭാഗങ്ങളുടെ പരിശോധന പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ കാലത്തും ഇതേ രീതിയിൽ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പഴകിയ മത്സ്യവില്പന സജീവമായിരുന്നു. പിന്നീട് പരാതി വ്യാപകമായതോടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ ശക്തമായ പരിശോധനയിൽ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ടൺ കണക്കിന് വിഷം കലർന്ന പഴകിയ മത്സ്യങ്ങളാണ് പിടികൂടിയത്. എന്നാൽ ദിനംപ്രതി വിപണിയിലും മാർക്കറ്റുകളിലും ഇത്തരത്തിലുള്ള മീനുകൾ നിറഞ്ഞിട്ടും ഒരിടത്തും പരിശോധന നടത്താൻ ഒരു വകുപ്പും തയ്യാറായിട്ടില്ല. രാസപദാർത്ഥങ്ങൾ കലർന്ന പഴകിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ വൻ തുക കൊടുത്ത് സ്വാധീനിച്ചാണ് മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് ഇത്തരം മത്സ്യവില്പന നടത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ എത്തുന്ന മാസങ്ങൾ പഴക്കമുള്ള മത്സ്യമാണ് ഇപ്പോഴും വിപണിയിൽ നിൽക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.